തിരുസഭയിലുള്ള വിശുദ്ധന്മാർക്ക് വിശുദ്ധമതികൾക്ക് എൻ്റെ സ്നേഹവന്ദനം. സഭാ ശുശ്രൂഷകളെ സംബന്ധിച്ച് കാര്യങ്ങൾക്ക് പറയണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മൂപ്പന്മാരുടെ ശുശ്രൂഷകള്, ഡീക്കന്മാരുടെ ശുശ്രൂഷകള്, അതുപോലെ സഭയിലെ വിശ്വാസികളുടെ ശുശ്രൂഷകൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എങ്കിലും 3 ആഴ്ച കൊണ്ട് പറയാവുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. അതുകൊണ്ട് തീരുന്നില്ലെങ്കിൽ പിന്നെയും 1-2 ആഴ്ച കൂടെ എടുത്ത് നമുക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. മുഖവുരയായിട്ട് ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് സഭ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എഫേസ്യലേഖനത്തിൽ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് സഭ എന്നുള്ളത് കൊണ്ട് സഭ എത്രത്തോളം പ്രാധാന്യമേറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം സഭയെ എത്രത്തോളം ഒന്നും വിലയേറിയതായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ ഒരു കുറവാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ സഭയിൽ പോവുക, വരിക, സഭാ ഉത്തരവാദിത്വങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക, താല്പര്യമില്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് സാധാരണ വിശ്വാസികൾ ചെയ്യുന്നത്. എന്നാൽ കർത്താവ് തന്റെ സ്വന്തം ജീവനെ കൊടുത്തു വാങ്ങിയതായിരിക്കുന്ന സഭ കർത്താവിന് എത്രയോ വിലയേറിയതാണ്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി. ഒരു മനുഷ്യന് തന്റെ ശരീരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് കർത്താവിന് തന്റെ ശരീരമായ സഭ. സഭയെ തന്റെ ശരീരം എന്നാണല്ലോ നാം വിളിക്കുകയും വായിക്കുകയും ചെയ്യുന്ന. ഇതിലെല്ലാം വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് എൻ്റെ ശരീരം എത്രത്തോളം പ്രാധാന്യമാണോ അതിലേറെ പ്രാധാന്യമാണ് കർത്താവിന് സഭ. കാരണം ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി വാസ്തവത്തിൽ ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല. എൻ്റെ ശരീരം ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്, ദാനം. എന്നാൽ കർത്താവിന്റെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്റെ ശരീരം താൻ വില കൊടുത്ത് വാങ്ങിയ ശരീരമാണ്. അപ്പൊ അതുകൊണ്ട് ആ ശരീരം വളരെ വിലയേറിയതാണ്. നാം സഭയെ കർത്താവിന്റെ ശരീരമായിട്ട് ഗണിക്കണം. മനസ്സിലാക്കിയാൽ പോരാ, നമ്മുടെ എല്ലാ പരിഗണനയിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ എൻ്റെ ശരീരത്തെ എത്ര ശ്രദ്ധയോടെ കരുതുന്നു, എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ നിലനിൽപ്പിന് വേണ്ടി കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ശരീരത്തിന്റെ ഭാഗമാണ് നാം എന്നുള്ളത് കൊണ്ട് ശരീരത്തിന് സഭയ്ക്ക് വളരെയധികം പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനെ അവഗണിക്കുന്നത് വലിയൊരു പാപമാണ്. അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. എന്ന് മാത്രമല്ല, നമുക്കറിയാം സഭ കർത്താവിന്റെ ആലയമാണ്. പഴയ നിയമ വായിക്കുമ്പോൾ നമുക്കറിയാം ഇസ്രായേലിന്റെ ദൈവാലയം ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടതായിരുന്നു, പ്രധാനപ്പെട്ടതായിരുന്നു. അഹരോന്റെ 2 പുത്രന്മാര് നാദാബും അബീഹും അന്യ അഗ്നി ധൂപപീഠത്തിനുള്ള കത്തിച്ചതിന് ഉടനെ മരിച്ചു വീണു. അത്ര പ്രാധാന്യമാണ്. സഭയിലെ സംബന്ധിച്ച് യാതൊരു തെറ്റ് നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. സഭ കാരണം കർത്താവിന്റെ പവിത്രമായിരിക്കുന്ന ആലയമാണ്. ആ ആലയത്തിന്റെ പരിശുദ്ധി സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സഭ കർത്താവിന്റെ ആലയമാണെന്ന് പറയാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിവിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അതിവിശുദ്ധ സ്ഥലം ദൈവത്തിന് എത്ര പ്രാധാന്യമുള്ളതായിരുന്നോ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സഭയും. അപ്പോൾ ആ സഭയെ നാം എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? അഹരോൻ വർഷത്തിലൊരിക്കൽ സ്വന്തം പാപത്തിനും ജനത്തിന്റെ പാപത്തിനും വേണ്ടി യാഗം കഴിച്ച യാഗരക്തത്തോടുകൂടെ ഭയത്തോടും വിറയലോടും കൂടെയാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയിരുന്നത്. നാമും അതുപോലെ വളരെ ഭയത്തോടും വിറയലോടും കൂടെയാണ് കർത്താവിന്റെ സഭയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടത്. സഭ കർത്താവിന്റെ മണവാട്ടിയാണ്. സുബോധമുള്ള ഏതൊരു മനുഷ്യനും താൻ വിവാഹം ചെയ്ത തന്റെ മണവാട്ടി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയില്ലല്ലോ. പിന്നെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചെയ്യുമെന്നാണ്. മരണത്താൽ മാത്രം വേർപെടുത്താവുന്ന ഒരു ബന്ധമാണ് മനുഷ്യന്റെ വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് സഭയിൽ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും വേർപെടുത്തുവാൻ കഴിയുന്ന ഒരു ബന്ധമേ അല്ല.
ഒരിക്കലും അത് വേർപെടുന്ന ഒരു ബന്ധമല്ല. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള ഈ ബന്ധം നാമും അതിനെ അങ്ങനെയൊക്കെ വേണം. ഞാനത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകൾ ഈ സഭയുടെ പ്രാധാന്യം മനസ്സിലാക്കി വേണം ആ ശുശ്രൂഷ ചെയ്യാൻ. ഇത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് സഭയെങ്കിൽ അത്രയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ വേണം നാം സഭയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ഇവിടെ. പക്ഷെ അങ്ങനെ അല്ലെന്നുള്ളതാണ് സത്യം. കർത്താവിന്റെ ആട്ടിൻകൂട്ടമാണ്. കർത്താവ് ഇടയന്റെ കഥ പറഞ്ഞു 100 ആടുള്ള ഒരു ഇടയൻ ഒരെണ്ണത്തിനെ കാണാതെ പോയപ്പോൾ രാത്രി തന്നെ ആടിനെ തേടിപ്പോയി കണ്ടുകിട്ടുന്നത് വരെ അന്വേഷിച്ച് നടന്നു, വനത്തിലൂടെയൊക്കെ നടന്നു. എന്ന് പറഞ്ഞാൽ ആടിന്റെ വിലയാണ് ഇടയനെ സംബന്ധിച്ചിടത്തോളം ആട് എന്തോ ഒരു വിലയേറിയതാണ്. അതുപോലെയാണ് കർത്താവിന് തന്നെ സഭയും. അപ്പൊ ആ സഭയെ മേയിക്കുവാനായിട്ട് ദൈവമായി ആക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഇടയന്മാര് കർത്താവ് പറഞ്ഞ ഭൂമിയിലെ പോലെ രാത്രിയോ പകലോ കാണാതെ പോയ ഒരു ആടിനു വേണ്ടി, ഒരു അംഗത്തിനു വേണ്ടി അവരുടെ നീരും മജ്ജയും ചെലവാക്കി തന്നെ അവരുടെ പുറകെ പോയി അവരെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ സൈന്യമാണ് സഭയെന്ന് പറയുന്നത്. ഏതൊരു സേനാനായകനും തൻ്റെ സൈന്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൈന്യമില്ലാതെ ഒരു രാജാവിനെ ഒരു രാജ്യത്തിന് നിൽക്കാനായിട്ട് സാധിക്കില്ല. കർത്താവിന്റെ യുദ്ധങ്ങളെല്ലാം നടത്തേണ്ടത് സൈന്യനാമാണ്, സഭയാണ്. അതുകൊണ്ട് തന്നെ സഭയിലെ വിശ്വാസികൾ എപ്പോഴും സന്നദ്ധരായ സൈന്യാംഗങ്ങളെ പോലെ, സേനാംഗങ്ങളെ പോലെ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഞാനിതൊക്കെ പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ ഈ സഭയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സഭയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ വിജയകരമായി ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ പലപ്പോഴും നാം അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് തന്നെ വിധേയപ്പെടുത്തേണ്ടതാണ്. കർത്താവിന്റെ സഭയെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? കർത്താവിന്റെ സഭ ഇത്ര വിലയേറിയതാണെങ്കിൽ ഞാൻ ആ സഭയോട് എങ്ങനെയാണ് ഇടപെടുന്നത്? സഭയോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു മൂപ്പനാണെങ്കിൽ പറയണം, കർത്താവിന്റെ ഇത്ര വിലയേറിയ സഭയെ മേയിക്കുവാനായിട്ട് ദൈവം എന്നെ ഒരു മൂപ്പനാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ എത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഡീക്കനാണെങ്കിലും പറയണം, കർത്താവിന്റെ ഇത്ര വിലയേറിയായിരിക്കുന്ന സഭയുടെ ഭൗതിക ശുശ്രൂഷകൾക്ക് ദൈവം എന്നെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. സഭാവിശ്വാസികൾ പറയണം, സഭകർത്താവിന്റെ ശരീരവും ഓരോ വിശ്വാസിയും ഓരോ അവയവമാണെങ്കിൽ ഒരു ശരീരത്തിലെ അവയവങ്ങൾ എത്ര ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു, അതുപോലെ ഞാനും എത്ര ശ്രദ്ധയോടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. ഈ ഒരു അവബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്, നാം ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ അത് ഗൗരവത്തോടെ എടുക്കണമെങ്കിലും പറയണമെങ്കിലും ഈ ഒരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സഭ എത്ര പ്രാധാന്യമേറിയതാണ്, കർത്താവിന് എത്ര വിലയേറിയതാണ് സഭ. കർത്താവിന് എത്ര വിലയേറിയതാണോ സഭ, അത്രത്തോളം വിലയേറിയതായിരിക്കണം നമുക്ക്. കർത്താവ് വിലയേറിയതായി കാണുന്ന ഒന്നിനെ നാം വിലയേറിയതായി കാണാതിരുന്നാൽ നാം ചെയ്യുന്ന വളരെ ഭോഷത്വമാണ്. അപ്പൊ എൻ്റെ പ്രിയമുള്ളവരെ, സഭ എത്ര പേരുണ്ടെന്നുള്ളതല്ല, എത്ര വലുതാണെന്നോ ചെറുതാണെന്നുള്ളതല്ല. സഭ രക്ഷിക്കപ്പെട്ട, സ്ഥാനപ്പെട്ട, ഒന്നിനോടൊന്ന് ചേർന്നതായിരിക്കുന്ന ആ വിശ്വാസ സമൂഹം കർത്താവിന്റെ മണവാട്ടി സഭയുടെ ഭാഗമാണ്, കർത്താവിന്റെ സൈന്യത്തിന്റെ ഭാഗമാണ്, കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമാണ്, കർത്താവ് ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പോ അത് ആ ഒരു ഗൗരവത്തിൽ തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതും നിങ്ങളെ പരിഗണിക്കേണ്ടതും ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ആ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളാണ്. നമുക്ക് ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ കർത്താവിന്റെ ശരീരത്തിനും പല അവയവങ്ങളുണ്ട്. അവയവങ്ങളൊക്കെ വിശ്വാസികളാണ്. അവരുടെ ഫങ്ഷൻ, ഓരോ അവയവത്തിനും ദൈവം കൽപ്പിച്ചാക്കിയിട്ടുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ കൃത്യതയോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. കണ്ണ് കാണാതിരുന്നാലും, ചെവി കേൾക്കാതിരുന്നാലും, കാല് നടക്കാതിരുന്നാലും, കൈ സ്പർശിക്കാതിരുന്നാലും നമുക്കറിയാം നമ്മുടെ ശരീരം നിർജീവമായി. ആ ശരീരം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് സാധിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതുകൊണ്ട് സഭയിലെ ഓരോ വിശ്വാസിയും സഭയെ നടത്തുന്നവരും ഒരുപോലെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ സഭാകാര്യങ്ങളിൽ ഇടപെടേണ്ടത് ആവശ്യം.
നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനേക്കാൾ വളരെ പ്രാധാന്യമേറിയ കാര്യം നാം ആരാണ്, നമുക്ക് ആ സ്ഥിതിയിൽ എത്ര വലിയ കർത്തവ്യമാണ് ദൈവം നൽകിയിരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ ഭവനത്തിലെ ഒരു അംഗമാണ്, മകനാണ്, ഒരംഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അംഗത്തിനുള്ളതായിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും പദവികളും എനിക്കുണ്ട്. അതൊക്കെ ഞാൻ അഭംഗുരം നിവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഉത്തരവാദിത്വങ്ങളില്ലാത്ത പദവികളില്ല. ലോകത്ത് അങ്ങനെ ഒരു ആശയം പോലും ഇല്ല. എനിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എനിക്കൊരു പദവിയുണ്ട്, എനിക്കൊരു പദവി ഉണ്ടെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പുത്രത്വത്തിന്റെ പദവികൾ ഞാൻ അനുഭവിക്കുമ്പോൾ പുത്രത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതിരുന്നാൽ അത് പദവിയുടെ ചൂഷണമായിട്ട് മാറും. ഒരു ഭാര്യയുടെ പദവികളെല്ലാം ഭാര്യ അനുഭവിക്കുന്നു, പക്ഷേ ഭാര്യയുടെ ഉത്തരവാദിത്വങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് കൊണ്ടാൽ ആ ഭാര്യ ദൈവത്തിന് പ്രകാരമുള്ള ഒരു ഭാര്യയാണ്, വെപ്പാട്ടി പോലുമായി കണക്കാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമകാലത്തൊക്കെ വെപ്പാട്ടി സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുന്ന പുതിയ നിയമകാലത്ത് അതില്ല. അപ്പോൾ നമ്മുടെ സ്ഥാനവും നമ്മുടെ ഉത്തരവാദിത്വവും ഒരുമിച്ച് പോകുന്നതാണ്. അതേക്കുറിച്ചുള്ളതായിരിക്കുന്ന നല്ല ബോധം നമുക്ക് വിളിച്ചുകൂടാത്ത ഒന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞത്, നാം ഈ പഠിക്കുന്നതായിരിക്കുന്ന സഭ എന്ന് പറയുന്നത് ഒരു തമാശയൊന്നുമല്ല. കർത്താവ് നേരം പോക്കിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒന്നല്ല. കർത്താവിന് ഒന്നും ചെയ്യാതിരുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ലോകസ്ഥാപനത്തിന് മുൻപേ കണക്ക് കൂട്ടി പരിപാടികൾ ആസൂത്രണം ചെയ്ത് ആ സഭയിലെ അംഗങ്ങളായിരിക്കേണ്ടവരുടെ പേര് അന്ന് ജീവപുസ്തകത്തിൽ എഴുതി അവർക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ യാഗമായി ഭൂമിയിലേക്ക് അയച്ചു, യാഗമാകുവാൻ അയച്ചു. കാലത്തിന്റെ പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായവൻ ജനിച്ച് ജീവിച്ച് കാൽവരിലെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായിട്ട് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ തമാശയാണോ? ഒന്നും തമാശയല്ല. പക്ഷേ അതിൻ്റെ ആ ഗൗരവം കൊടുത്തല്ല നാം പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. സങ്കടകരമായ ഒരു കാര്യമാണ്. കർത്താവിന് മണവാട്ടിയായിരിക്കുന്ന സഭ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ മണവാട്ടിയാണ്. ദൈവത്തിന് മക്കളായിരിക്കുന്ന നാം, സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നാം എന്ത് മക്കളാണ്? കർത്താവിൻ്റെ ആലയമായിരിക്കുന്ന നാം ആ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കുകയും അവിടെ കർത്താവിൻ്റെ ആരാധന വിശ്വസ്തമായി നടത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താലയമാണ്? കർത്താവിൻ്റെ സൈന്യത്തിലെ ഭടന്മാരായിരിക്കുന്ന നാം കർത്താവിൻ്റെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സജ്ജമാക്കി നിർത്തുന്നില്ലെങ്കിൽ നാം എന്ത് പട്ടാളമാണ്, എന്ത് പടയാളികളാണ്? ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രാരംഭമായി മുഖവുരയായി ഞാൻ പറയുന്നത്, ഈ സഭയുടെ പ്രാധാന്യം നാം ഗൗരവമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സഭയിൽ ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചറായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്താൽ ഒരു ടീച്ചറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാത്ത ഒരു ടീച്ചറിന് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിള്ളേരുടെ കൂടെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും നാം ചെയ്യാനുള്ള ചെയ്തികളെ കുറിച്ചും നമുക്ക് നല്ല ബോധം വേണം. ആ ബോധമില്ലാതെ നമുക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സഭയുടെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ സഭയിലെ മൂപ്പന്മാരും സഭയിലെ ഡീക്കന്മാരും അവരവരുടേതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി നിർവഹിക്കണം. അതുകൊണ്ട് തന്നെ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരും അവർ സമൂഹമായും ഒറ്റയ്ക്കൊറ്റയ്ക്കായും കർത്താവ് ആ വിശ്വാസ സമൂഹത്തെ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ, മണവാട്ടിയാകുന്ന സഭയെ ഏൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ദൗത്യം വിശ്വസ്തമായി നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യാതെ നമുക്ക് ഒരിക്കലും അത് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പൊ ഈ സത്യം നാം നന്നായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സഭയുടെ പരിപാലനം സംബന്ധിച്ച് കർത്താവ് വളരെ വിലപ്പെട്ട ക്രമീകരണങ്ങളാണ് ചെയ്തത്. ഒന്നാമത്, കർത്താവിൻ്റെ സഭയുടെ ശിരസ്സാകുന്ന കർത്താവ് താൻ തന്നെ സഭയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഉയരത്തിലേക്ക് പോയതായിരിക്കുന്ന കർത്താവ് മനുഷ്യർക്ക് ദാനങ്ങളെ നൽകി. മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ സഭയ്ക്കാണ്. സഭയ്ക്ക് ദാനങ്ങളെ നൽകി. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും
സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന ദാനങ്ങളെ ദൈവം കർത്താവ് നൽകി. ആ ദാനങ്ങളൊക്കെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ കർത്താവ് തന്റെ സഭയെ നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. സഭയുടെ വികാരി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ്. സഭയെ പണിയുവാനും സഭയെ മുദ്രവയ്ക്കുവാനും അഭിഷേകം ചെയ്യുവാനും ആത്മസ്നാനം നൽകാനും ഒക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും അഭംഗുരം വളരെയേറെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ വെളിച്ചത്തിൽ നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നാം ചെയ്യാതെ ഇരുന്നാൽ സഭയ്ക്ക് ഒരിക്കലും മെച്ചമാകാനായിട്ട് സാധിക്കില്ല. അതുപോലെ കർത്താവ് തന്റെ സഭയുടെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ സുഗമമായി നടത്തുവാൻ തക്കവണ്ണം ശുശ്രൂഷകന്മാർ അഥവാ ഡീക്കന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ കർത്താവ് സഭയിൽ നിയമിച്ചിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. സഭയ്ക്ക് ഭൗതികവും ആത്മീയവും ഇങ്ങനെ രണ്ട് തലങ്ങളാണുള്ളത്. അപ്പോസ്തലന്മാർ പ്രവൃത്തികളിൽ പറഞ്ഞത് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ വിട്ടിരിക്കും. അതിന്റെ ആത്മീയ തലങ്ങളാണ്. പ്രാർത്ഥനയും വചന ശുശ്രൂഷയും രണ്ട് പ്രധാന ആത്മീയ തലങ്ങളാണ്. എന്നാൽ അവിടെ 7 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളോ മേശയിൽ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഭൗതികമായിരിക്കുന്ന തലമാണ്. ആത്മീയ തലത്തിലെ മൂപ്പന്മാര് ഇന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ക്രമേണ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ് മൂപ്പന്മാര് സഭകൾക്ക് നിയമിക്കപ്പെട്ടു. അവർ ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വമാണ് സഭയുടെ പരിപാലനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡീക്കന്മാരെ നിയമിച്ചു. സഭയുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനും സഭയുടെ എല്ലാ ഭൗതികമായ ആവശ്യങ്ങൾ അഭംഗരം നിർവഹിക്കുവാനുമായിട്ട് ദൈവം അവരെ നിയമിച്ചു. അത് വലിയ ഉത്തരവാദിത്വമാണ്. ആത്മീയ ഉത്തരവാദിത്വത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഭൗതിക ഉത്തരവാദിത്വം. ശരിക്കും മനസ്സിലാക്കിയാൽ ഞാൻ പറയും, ആത്മീയ തലത്തേക്കാൾ ഭൗതിക തലത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ഭൗതിക തലത്തിൽ ക്രമക്കേടുകൾ വന്നാൽ ആത്മീയ തലം മുഴുവൻ തകരും. ഭൗതിക തലത്തിൽ ക്രമക്കേടുകൾ വന്നാൽ ആത്മീയ തലം മുഴുവനും തകരും. ഇപ്പൊ സഭയുടെ ആത്മീയ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും മുന്നോട്ട് ഭംഗരം പോകണമെങ്കിൽ ഭൗതിക തലത്തിലെ ക്രമീകരണങ്ങളെല്ലാം സുതാര്യമായിരിക്കണം. അതാണല്ലോ യെരൂശലേമിലെ സഭയെ സംഭവിച്ചത്. കർത്താവിന്റെ അപ്പോസ്തലന്മാരായിരിക്കുന്ന 12 ഗംഭീര ദൈവദാസന്മാര് സഭയുടെ ഭൗതിക തലം അവരാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഒരു തകർച്ച വന്നു, ഒരു പരാജയം വന്നു. ആ പരാജയത്തോടുകൂടി സഭയ്ക്ക് എന്തൊരു വലിയ പരാജയം വന്നത്. യഹൂദന്മാരെന്നും യവനന്മാരെന്നും രണ്ടായിട്ട് സഭ വിഭാഗിക്കപ്പെടുവാൻ തന്നെ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ ദൈവത്തിന്റെ മഹാകൃപയാൽ സഭാ നേതൃത്വം തെറ്റ് മനസ്സിലാക്കുകയും അവരെ വചന ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും കൂടുതൽ അവസരം കിട്ടേണ്ടതിന് വേണ്ടി തങ്ങളെ തന്നെ വേർപെടുത്തുകയും ഭൗതിക ശുശ്രൂഷകള് തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അതോടുകൂടെ സഭയുടെ ഭിന്നസ്വരങ്ങളെല്ലാം മാറി ആരോഗ്യ ബലമുള്ള ഒരു സഭയായിട്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. ഇന്നിപ്പോ തദ്ദേശീയ സഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ളത് മൂപ്പന്മാരെയും ഡീക്കന്മാരെയുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മുതലായവരുടെ ശുശ്രൂഷ ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ചിന് മാത്രമല്ല, അത് സഭകൾക്ക് പൊതുവിലുള്ള ശുശ്രൂഷയാണ്. എന്നാൽ ഓരോരോ തദ്ദേശീയ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഇടയന്മാരെയും ശുശ്രൂഷകന്മാരെയുമാണ്. ഇടയന്മാർ എന്നുള്ളതിന് മൂപ്പന്മാരെന്നാണ് പൊതുവെ ഉപയോഗിച്ചിട്ടുള്ളത്. അധ്യക്ഷന്മാരെന്നും പറയും. ഔദ്യോഗികമായിരിക്കുന്നവരുടെ സ്ഥാനം ഇടയൻ എന്നുള്ളതാണ്. സഭയിലുള്ള അവരുടെ ദൗത്യസ്ഥാനം എന്ന് പറയുന്നത് സഭയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ്. സഭയോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠന തീറ്റി പോറ്റുക, മേയിക്കുക, പരിപാലിക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ 7 പേരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, മേശയിലെ ശുശ്രൂഷയ്ക്ക് നിങ്ങളെ ആക്കാമെന്ന് പറഞ്ഞു. മേശയിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഭൗതികമായിരിക്കുന്ന ശുശ്രൂഷകളാണ്. തിരുവത്താഴം ഒരുക്കുന്നതും തിരുവത്താഴം കൊണ്ടുവെക്കുന്നതും ഞാൻ വിചാരിക്കുന്നു തിരുവത്താഴം എടുത്തു കൊടുക്കുന്നതും ഒക്കെ ഡീക്കന്മാരാണ്. അവരുടെ മേശയിലെ ശുശ്രൂഷയാണ്. അതുപോലെ തന്നെയാണല്ലോ മേശ എന്ന് പറയുന്ന ശത്രുക്കൾ കാണുക, നീ എനിക്കൊരു മേശ ഒരുക്കി.
എൻ്റെ മേശ നിറഞ്ഞു കവിയുന്നു എന്നൊക്കെ പറയുമ്പോൾ സഭയുടെ സാമ്പത്തികമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ക്രമീകരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭൗതിക കൂട്ടായ്മ, ആഹാരത്തിന്റെ കൂട്ടായ്മ, സഭയുടെ ക്ലാസ്സുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ, കൺവെൻഷൻ നടത്താനുള്ള ക്രമീകരണങ്ങൾ, ക്യാമ്പുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ, സഭയിൽ വിധവമാരുടെ സപ്പോർട്ട്, മൂപ്പന്മാർക്ക് കൊടുക്കാനുള്ളത്, ദേവദാസന്മാർക്ക് മിഷൻ പ്രവർത്തനത്തിന് കൊടുക്കാനുള്ളത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭൗതിക ശിശുക്കളുടെ ബന്ധത്തിലുണ്ട്. അതെല്ലാം ചെയ്യുവാനായിട്ട് 7 പേരെ അപ്പോസ്തലന്മാർ യെരൂശലേമിലെ സഭയിൽ തിരഞ്ഞെടുത്തു. അതിനുശേഷം പിന്നെ ഈ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന ശുശ്രൂഷകൾ അലക്ഷ്യമായി കാണുന്നു, തീരുന്നു എന്നുള്ളതായിരിക്കും ഒരു പരാതി അവിടെ ഉണ്ടായില്ല. പരാതി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സഭ വളരുവാനിടയായി. ശിഷ്യന്മാരുടെ എണ്ണം പെരുകിയെന്നാണ്. പുരോഹിതന്മാരിലും അനേകർ അനുസരണമുള്ളവരായിട്ട് തീർന്നു, വിശ്വാസ സമൂഹത്തിലേക്ക് വരുവാനായിട്ടിടയായി. അപ്പോൾ ഈ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന ശുശ്രൂഷകൾ അഭംഗുരം നടക്കുക എന്നുള്ളത് ഒരു സഭയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഏറെ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും അത് അങ്ങനെയൊന്നും ഗൗരവത്തോടുകൂടെ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ യെരൂശലേമിൽ ചെയ്തതുപോലെയുള്ള ക്രമീകരണം സഭയ്ക്ക് മൂപ്പന്മാരുമുണ്ട്, ഡീക്കന്മാരുമുണ്ട്. അപ്പൊ ഇരു കൂട്ടരും അവരുടേതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കി വിശ്വസ്തമായിട്ട് ചെയ്താൽ സഭയ്ക്ക് വളരെയേറെ വളർച്ചയുണ്ടാകും. വളരെയേറെ വളർച്ച എണ്ണത്തിലും ഗുണത്തിലും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. യെരൂശലേമിലെ സഭയിലെ ക്രമീകരണം ചെയ്തുകൊണ്ട് നാം വായിക്കുന്ന എന്താണ്? ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, പുരോഹിതന്മാരിലും അനേകരെ വിശ്വാസത്തന്ധിരായി തീർന്നുകൊണ്ടാണ്. ഒരു വിധത്തിൽ നേടുവാൻ കഴിയാതെ ക്രൈസ്തവ സഭയെ എതിർത്തിരുന്നതായിരിക്കുന്ന പൗരോഹിത്യ വർഗം പോലും സുവിശേഷത്തിന്റെ സ്വാധീനത്തിൽ വരുവാനായിട്ടിടയായി. എന്തിനെ? പൗലോസിനെ പോലെയുള്ള ധീരന്മാരായിരിക്കുന്ന സഭയുടെ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ പോലും സഭാ ശുശ്രൂഷകൾക്ക് വേണ്ടി പിടിക്കപ്പെടുവാനിടയായത് ഡീക്കനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ടാണ്. അവിടെ സ്തെഫാനോസിന്റെ രക്തസാക്ഷി മരണത്തോടുള്ള ബന്ധത്തില് പൗലോസ് രക്ഷിക്കപ്പെടുന്ന കാര്യവും സുവിശേഷം പറയുന്ന കാര്യവും ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ശൗൽ എന്ന ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ ആണ് കല്ലെറിയുന്നവർ വസ്ത്രം വെച്ചത് എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം ആ വധശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തത് ശൗലായിരുന്നു എന്നാണ്. അത്ര അധികം സ്ഥാനവും അധികാരവും കൈയാളിയിരുന്ന ഒരു മനുഷ്യനാണ് ശൗല്. ആ ശൗലിനെ സ്തെഫാനോസ് ചെയ്ത മുഴുവൻ പ്രസംഗവും കേൾക്കാൻ അവസരം കിട്ടി. ഞാൻ വിചാരിക്കുന്നു അവന്റെ നേരെ പല്ല് കടിച്ചുകൊണ്ട് അവനെ വധിക്കാനായിട്ട് മുന്നോട്ട് പോയുള്ള ആദ്യത്തെ ആള് ശൗല് തന്നെയായിരുന്നിരിക്കണം. എന്നാൽ കർത്താവ് അവനെ പിടിച്ചു. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ നീ ആരാകുന്നു എന്ന് ശൗൽ ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണെന്ന് പറഞ്ഞപ്പോ ശൗലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ യാതൊരു ചോദ്യത്തിനും യാതൊരു ഉത്തരത്തിനും വകയില്ലാതെയായി. കാരണം നസ്രായനായ യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സ്തെഫാനോസ് പ്രസംഗിച്ചതാണ് ശൗലിനെ പോലെയുള്ള ആളുകളെ ചൊടിപ്പിച്ചത്. മറിയുടെ മകൻ എങ്ങനെയാണ് ദൈവത്തിന്റെ പുത്രനാകുന്നത് എന്ന ചോദ്യം ഒരു വിധത്തിലും ശൗലിന്റെ മനസ്സിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്ന ഒന്നായിരുന്നില്ല. എന്നാൽ നീ ആര് എന്ന കർത്താവെ, നീ ആരെന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണ് എന്നും ആ യേശു സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്നും അവിടെ നിന്നാണ് തന്നോട് സംസാരിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ശൗലിന് മനസ്സിലായപ്പോൾ പിന്നെ ശൗലിന് ചോദ്യങ്ങളുമില്ല, ഉത്തരങ്ങളുമില്ല. ഒരേ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, ഞാൻ എന്ത് ചെയ്യണം കർത്താവ്? അപ്പൊ യെരൂശലേമിലെ സഭയിലെ ശക്തരായ മൂപ്പന്മാരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും ഡീക്കന്മാരും ഉണ്ട്. ആ ഡീക്കന്മാരുടെ ശുശ്രൂഷകളെ കുറിച്ചാണ് പറയുന്നത്. ഫിലിപ്പോസ്, ഫിലിപ്പോസ്, സ്തെഫാനോസ് മുതലായിരിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന ആളുകളോട് ഡീക്കൻ ശുശ്രൂഷ ചെയ്തപ്പോ സഭ വളർന്നു എന്നുള്ളതാണ് അതിശയം. വളരെയധികം സഭ വളർന്നു, പുരോഹിതന്മാരെ പോലും സ്വാധീനിക്കുവാനായിട്ടിടയായി. ഞാൻ എന്തിനാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, സഭയുടെ മൂപ്പന്മാരും ഡീക്കന്മാരും അവരെ ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തമായി നന്നായി ചെയ്താൽ സഭ താനെ വളരും. വളരാതിരിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പൊ പിന്നെ അവരുടെ ശുശ്രൂഷ എന്താണ് എന്ന് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആ ശുശ്രൂഷയെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് മാത്രമല്ല, സഭയെക്കുറിച്ച് 3 വാള്യങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണം ദയവായിട്ട്. അതിലെല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്.
സമയമെടുത്ത് താല്പര്യത്തോടെ പ്രാർത്ഥനയോട് വായിക്കുന്നവർക്ക് മൂപ്പന്മാർ എന്താണ് ചെയ്യേണ്ടത്, ഡീക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്, സഭയിലെ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമൊന്നും പിന്നുണ്ടാവില്ല. അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ എഴുതുകയും വളരെ വലിയ ചെലവ് ചെയ്ത് അച്ചടിച്ച് നിങ്ങളുടെ കയ്യിൽ തരികയും ചെയ്യാം. പക്ഷേ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ ഒക്കില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു പശുവിനെ വലിച്ചിഴച്ച് അടിച്ച് വെള്ളത്തിലിറക്കി നിർത്താം, തോട്ടിലെ വെള്ളത്തിലിറക്കി നിർത്താം. പക്ഷെ ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കണമെങ്കിൽ പശു വിചാരിച്ചെങ്കിലോ. ഇന്നത്തെ വിശ്വാസികളുടെ സ്ഥിതി അതുപോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ദൈവവചന സത്യങ്ങളുടെ വലിയ തോട്ടിലെ വെള്ളത്തിൽ അവർ ഇറങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഒരു തുള്ളി വെള്ളം അവർ കുടിക്കുകയില്ല. അതിനുള്ള വിശപ്പും താപമില്ല. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം അവരെ കരയ്ക്ക് കയറി വരും. ശുദ്ധജലം അവിടെ ഉണ്ടെങ്കിലും കരയ്ക്ക് വന്ന് പിന്നെ ഏതെങ്കിലും റോഡിലെ കുഴിയിൽ കിടക്കുന്നതായിരിക്കുന്ന അഴുക്ക് വെള്ളം ദാഹം തീർക്കാനായിട്ട് ആ ജന്തുക്കൾ കുടിക്കും. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ധാരാളമായി ഐശ്വര്യമായി ദൈവിക സത്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അത് വായിക്കാനും പഠിക്കാനും ഒന്നും നമുക്ക് സമയമില്ല, താല്പര്യവുമില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളോ വചന ശുശ്രൂഷയിൽ വിറ്റിരിക്കുമെന്നാണ്. വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും. വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വചനം നന്നായി പഠിക്കാൻ സമയമെടുക്കും, എന്നിട്ട് വചനം പ്രസംഗങ്ങൾ തയ്യാറാക്കാൻ സമയമെടുക്കും, എന്നിട്ട് ഞങ്ങളത് പ്രസംഗിക്കും, ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യും. അതുകൊണ്ട് ഇടയ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഈ ഇടയ ശുശ്രൂഷ ഒരു നിസ്തുല്യമായ ശുശ്രൂഷയാണ്. മൂപ്പന്മാരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവരോടാണ് പ്രാഥമികമായി ഇപ്പൊ പറയുന്നത്. എല്ലാവരും കേൾക്കണം. ഇടയ ശുശ്രൂഷ നിസ്തുല്യമായ ഒരു ശുശ്രൂഷയാണ്. അത് എന്തുകൊണ്ട് നിസ്തുല്യമായ ശുശ്രൂഷയാണെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സമയാതീതമായ മിനിസ്ട്രിയാണ്. സമയാതീതമായ ഒരു ഷെഡ്യൂൾഡ് മിനിസ്ട്രി അല്ല, ഇത് ടൈംലെസ് മിനിസ്ട്രിയാണ്. വേർപെടുത്തി പറഞ്ഞാൽ ഈ ശുശ്രൂഷയ്ക്ക് നിത്യമായ ഒരു മാനമുണ്ട്. മരുഭൂമിയിൽ വെച്ച് ഇടയന്മാർ ചെയ്യുന്ന ശുശ്രൂഷകൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഗണിക്കപ്പെടുന്നതാണ്. അതിന്റെ ഗുണനിലവാരം അനുസരിച്ചുള്ള പ്രതിഫലങ്ങളും നൽകപ്പെടുന്നതാണ്. ഈ പ്രതിഫലങ്ങൾക്ക് നിത്യമായ ഒരു മാനമുണ്ട്. നമുക്കറിയാം, ഒളിമ്പിക്സിലൊക്കെ ഗോൾഡ് മെഡൽ വാങ്ങുന്നവരും മറ്റു മെഡലുകൾ വാങ്ങുന്നവരുമായ ആളുകൾ അവര് ഏത് രാജ്യത്ത് നിന്നാണോ വരുന്നത് ആ രാജ്യത്ത് തിരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് വലിയ പാരിതോഷികങ്ങൾ കൊടുക്കാറുണ്ട്. ചില രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒളിമ്പിക്സിൽ നാം ഓടുകയാണ്. നമ്മുടെ ഓട്ടം തികച്ച് നാം നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, രാജ്യത്ത് ചെല്ലുമ്പോൾ, സ്വർഗീയ ദേശത്ത് ചെല്ലുമ്പോൾ നമുക്ക് വലിയ പാരിതോഷികങ്ങൾ അവിടെ നൽകാനുണ്ട്. എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള വാക്ക് കർത്താവിന്റെ മുഖത്തു നിന്ന് നമുക്ക് കേൾക്കാനിടയാണ്. ചിലരെ 5 പട്ടണങ്ങൾക്കും 2 പട്ടണങ്ങൾക്കും, ഞാൻ വിചാരിക്കുന്നു 10 പട്ടണങ്ങൾക്കും ഒക്കെ അധിപതിമാരായിട്ട് ഓരോരോ ദൈവദാസന്മാർ മാറുന്നുണ്ട്. അങ്ങനെ പ്രതിഫലങ്ങൾ കിട്ടുന്ന, നൽകപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ജയശ്രേഷ്ഠ പ്രത്യക്ഷനാകുമ്പോൾ തരുമെന്നാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു സമഗ്ര ശുശ്രൂഷയാണ്. ഇന്റഗ്രേറ്റഡ് മിനിസ്ട്രി. എന്തായി സമഗ്ര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ? പണ്ട് കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നു. നാട്ടിലെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലല്ല, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. എന്ത് രോഗം വന്നാലും ഇദ്ദേഹത്തിൻ്റെ അടുക്കലാണ് പോകുന്നത്. തലവേദന വന്നാലും, വയറിന് അസുഖം വന്നാലും, പനി വന്നാലും, ചിക്കൻ പോക്സ് വന്നാലും, കാലുവേദന വന്നാലും, തലവേദന വന്നാലും ഈ ഒരൊറ്റ വൈദ്യനെടുക്കില്ല പോയി. അദ്ദേഹത്തിന്റെ അന്നത്തെ ശുശ്രൂഷയെ പറ്റി ഒരു സമഗ്ര ശുശ്രൂഷയാണ്. ഇന്നിപ്പോൾ ആശുപത്രിയിൽ പോയി അങ്ങനെയല്ല. കണ്ണിന് വേദന വന്നാൽ കണ്ണാശുപത്രിയിൽ പോകണം, പല്ലിന് വേദന വന്നാൽ പല്ലാശുപത്രിയിൽ പോകണം, ഹാർട്ടിന് പ്രശ്നം വന്നാൽ കാർഡിയോളജിസ്റ്റ് എടുക്കാൻ പോകണം, കിഡ്നിക്ക് പ്രശ്നം വന്നാൽ നെഫ്രോളജിസ്റ്റ് എടുക്കാൻ പോകും. ഇങ്ങനെ ഓരോ അവയവത്തിനും വേറെ വേറെ ഡോക്ടർമാരാണ്. എന്നാൽ മൂപ്പന്മാരുടെ ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ അതൊരു സമഗ്ര ശുശ്രൂഷയാണ്. എന്ത് പ്രശ്നം വന്നാലും ഇവരുടെ അടുക്കലാണ് പോകുന്നത്. ആത്മീയമായിരിക്കുന്ന ഏത് പ്രശ്നം സഭയിലെ ഏത് വിശ്വാസിക്ക് വന്നാലും പ്രശ്നപരിഹാരത്തിനായിട്ട് കടന്നു ചെല്ലേണ്ടത് മൂപ്പന്മാരുടെ അടുക്കലാണ്. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യപ്പെടുന്നത്. അത് ശാരീരിക പ്രശ്നമാകാം, മാനസിക പ്രശ്നമാകാം, ആത്മീയ പ്രശ്നമാകാം, ഭൗതിക പ്രശ്നമാകാം, കുടുംബ പ്രശ്നമാകാം,
അന്തർവ്യക്തി ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാകാം, എന്ത് വിധത്തിലുള്ള പ്രശ്നമായാലും പ്രശ്നവുമായിട്ട് പോകുന്നത് മൂപ്പന്മാരുടെ അടുക്കലാണ്. ആ നിലയിലാണ് ഞാൻ പറഞ്ഞൊരു സമഗ്ര ശുശ്രൂഷയാണ്. അപ്പൊ അത് പറയുമ്പോ അവർ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേവലം ഒരു കണ്ണു ഡോക്ടറും പല്ലു ഡോക്ടറുമായിട്ടിരിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു സമഗ്ര ഡോക്ടറായിട്ടിരിക്കാൻ വേണ്ടിയാണ്. സഭയിലെ വിശ്വാസികൾക്കുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുവാനും പരിഹരിക്കുവാനും കടപ്പെട്ടവർ നിങ്ങളാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ പേടിയുണ്ടാകും. കാരണം നിങ്ങൾ പറയും, ഞങ്ങൾക്ക് അതിനുള്ളതായിരിക്കുന്ന അറിവും പ്രാഗൽഭ്യവും ഒന്നുമില്ല. അറിവും പ്രാഗൽഭ്യവും എല്ലാം സിദ്ധിച്ച ശേഷമല്ലല്ലോ ആരും മക്കളെ ജനിപ്പിക്കുന്നതും വളർത്തുന്നതും. പലപ്പോഴും മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാണ് മക്കളെ വളർത്താനായിട്ട് തുടങ്ങുന്നത്. മക്കളും അപ്പനും ഒരുമിച്ച് വളരുന്ന ഒരു കാഴ്ചയാണ്. മക്കൾ 10 വയസ്സാകുമ്പോഴത്തേക്ക് അപ്പനും മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള പഠിത്തം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ്. മൂപ്പന്മാര് ശുശ്രൂഷ ചെയ്ത് ആ ഫീൽഡിൽ അവർ വിദഗ്ധരാവുകയാണ്. വിദഗ്ധരായ ശേഷം അവർ ശുശ്രൂഷ ഏൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സമഗ്ര ശുശ്രൂഷയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നാം നന്നായി മനസ്സിലാക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളോട് പറയട്ടെ, ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്, ഇതൊരു നിയുക്ത ശുശ്രൂഷയാണെന്ന് പറയും, ഡെലിഗേറ്റഡ് മിനിസ്ട്രിയാണ്. എന്താ ഈ നിയുക്ത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവാണ് ആടുകളുടെ വലിയ ഇടയൻ. ഒരൊറ്റ ഇടയനേ ഉള്ളൂ ആ നിലയിൽ ആടുകൾക്ക്. ആ ഇടയനാണ് ആടുകളുടെ പരിപാലനം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എന്നാൽ കർത്താവ് തന്റെ മഹാകരുണയിൽ നമ്മോടൊരു പ്രത്യേകത, നമുക്കൊരു പ്രത്യേക അനുഗ്രഹം തന്നു. എന്താണെന്നറിയാമോ? മൂപ്പന്മാരായ ചില ആളുകളെ നിയമിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം. അതിനായി നിയുക്ത ശുശ്രൂഷ എന്ന് പറയുന്നത്. അധികാരമുള്ളതായിരിക്കുന്ന ആള് തൻ്റെ അധികാര നിർവഹണത്തിന് വേണ്ടി സഹായികളായി ചില ആളുകളെ തിരഞ്ഞെടുത്തിട്ട് തൻ്റെ അധികാരത്തിൽ താൻ ചെയ്യേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കുറേശ്ശെ ഇവർക്ക് കൊടുക്കും. അവരത് ചെയ്യണം. ചെയ്യുമ്പോൾ അതിന് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ്. അപ്പോൾ കർത്താവ് ചെയ്യേണ്ട ശുശ്രൂഷകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആടിനെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും ആടുകളെ പ്രശ്നം പരിഹരിക്കുന്നതും ഒക്കെ കർത്താവ് തന്നെയാണ്. പക്ഷേ കർത്താവ് ഇന്ന് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഭൂമിയിൽ ദൃശ്യമായിരിക്കുന്ന അണ്ടർ ഷെപ്പേർഡ്സ്, കീഴിടയന്മാരെ ആക്കി വെച്ചിരിക്കുക. കർത്താവ് സഭയ്ക്ക് ചെയ്യേണ്ട അടിസ്ഥാനപരമായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിന് വേണ്ടി ചെയ്യുന്നവരാണ് ഈ ഇടയന്മാരായി നിയമിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടോ സഹോദരന്മാരെ? എനിക്കറിയില്ല. ഞാനൊരു 4-5 വർഷം 5 വർഷം അമേരിക്കയിൽ ഒരു സഭയുടെ മൂപ്പനായിരുന്നതാണ്. എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നേക്കാൾ വളരെ വിദ്യാഭ്യാസം കൂടിയവരും വെള്ളക്കാരും മാത്രമായിരുന്ന ഒരു കൂട്ടം വിശ്വാസികളെ ഇന്ത്യക്കാരനായിരിക്കുന്ന ഞാന് അവരുടെ മൂപ്പനായിരിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമായിരുന്നു. എന്നോടുകൂടെ സഹമൂപ്പന്മാരുണ്ടായിരുന്നു. ഞങ്ങളെ കാര്യം ദൈവത്തിന്റെ കർത്താവിന്റെ കൃപയാൽ സാമാന്യം വിജയകരമായി ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്ന സംതൃപ്തിയാണ് എനിക്കും എൻ്റെ മൂപ്പന്മാർക്കും വന്നുണ്ടായിരുന്നത്. അതിനേക്കാൾ മെച്ചമായിട്ടൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഞങ്ങളുടെ കഴിവിനും പ്രാപ്തിക്കും അവസരത്തിനും തക്കവണ്ണം ആ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് കർത്താവ് കൃപ തന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആടുകൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം കൊടുക്കുക, ഉപദേശം കൊടുക്കുക, പ്രബോധനം നൽകുക, ആലോചന പറഞ്ഞു കൊടുക്കുക, ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുക, തെറ്റ് ചെയ്താൽ തെറ്റ് തിരുത്തുക, ശാസിക്കേണ്ടിടത്ത് ശാസിക്കുക, ഉദ്ബോധിപ്പിക്കേണ്ടിടത്ത് ഉദ്ബോധിപ്പിക്കുക, ഉത്സാഹിപ്പിക്കേണ്ടിടത്ത് ഉത്സാഹിപ്പിക്കുക, ശക്തീകരിക്കേണ്ടിടത്ത് ശക്തീകരിക്കുക, ആവേശം കൊള്ളിക്കേണ്ടിടത്ത് ആവേശം കൊള്ളിക്കുക, പ്രകാശം നൽകേണ്ടിടത്ത് പ്രകാശം നൽകുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ നിയുക്ത ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എൻ്റെ സഹോദരന്മാരെ, ദൈവസന്നിധിയിൽ കിടന്ന് കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ എത്ര ഇതും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം വളരെയേറെ സമർപ്പണവും വളരെയേറെ ബുദ്ധിയും വിവേകവും വിവേചനയും ധൈര്യവും ശക്തിയും എല്ലാം ആവശ്യമായ ശുശ്രൂഷകളാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ ചെയ്യുവാനുള്ളത്.
അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ കുറ്റക്കാരായിട്ട് കാണും എന്നുള്ളതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇടയ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു വൈഷമ്യമേറിയ ശുശ്രൂഷയാണ്, ഒരു ഡിഫിക്കൽട്ട് മിനിസ്ട്രിയാണ്. ചില ജോലികൾക്ക് വളരെ വൈഷമ്യമുള്ളതാണ്, ചില ജോലികൾ വളരെ എളുപ്പമാണ്. ഇത് വൈഷമ്യമേറിയ ജോലിയാകാൻ കാരണം ഇത് ആടുകളെ മേയിക്കുന്ന ശുശ്രൂഷയാണ്. നാലുകാലുള്ള ആടുകളാണെങ്കിൽ തന്നെ പ്രയാസമാണെങ്കിലും അവയെ എങ്ങനെയൊക്കെ മേയിക്കാം. പക്ഷെ ഈ മനുഷ്യരാകുന്ന ആടുകളെ മേയിക്കുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു ശുശ്രൂഷയാണ് എന്ന് നിങ്ങൾക്കറിയാം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തില് നാം എല്ലാവരും നമ്മുടെ വഴിക്ക് തിരിച്ചിരുന്നു, ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയെന്ന് പറയുന്ന പോലെയാണ് സഭയിലെ വിശ്വാസികളായ ആടുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞില്ലേ. ആടുകളായ വിശ്വാസികളുടെ സ്ഥിതി താന്താന്റെ വഴിക്ക് തിരിയുവാൻ വളരെയധികം ജാഗ്രത കാണിക്കുന്നവരാണ് വിശ്വാസികൾ. പക്ഷെ കർത്താവ് കാണിച്ച മാതൃക എന്താണ്? 100 ആടുകളിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയെങ്കിൽ 99നെയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ആക്കിയിട്ട് ഈ ഒരെണ്ണത്തിന്റെ പുറകെ പോയി രാത്രി പോയി കാട്ടിൽ നിന്നും ഉള്ളിൽ നിന്നും അതിനെ വലിച്ചെടുത്ത് ആരെയും കൊണ്ടുവന്ന് സ്നേഹിതന്മാരും അയൽക്കാരും ഒത്ത് സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അക്ഷരാർത്ഥത്തിലുള്ള ആടുകളെക്കാൾ ആത്മീയർത്ഥത്തിലുള്ള ആടുകളെയാണ് മേയ്ക്കുവാൻ വളരെ പ്രയാസമെന്ന് ഞാൻ പറയട്ടെ. കാരണം വിശ്വാസികളായ ആടുകൾക്ക് ഓരോന്നിനും 100 വഴികളാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. ആടുകൾക്കൊരു സ്വഭാവമുണ്ട്, അത് മിക്കവാറും മുമ്പേ പോകുന്ന ഗോപു തന്റെ പിൻപേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ അതങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോകുന്ന സ്വഭാവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വഴിമാറിപ്പോകുന്നെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും താന്താനെ ബോധിച്ചതുപോലെ ചെയ്തു. ബോധിച്ച പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ബോധമല്ല, ഓരോരുത്തരും ശരിയെന്ന് തോന്നിയതുപോലെ അവൻ പ്രവർത്തിച്ചു എന്നാണ്. എവരിവൺ ഹാസ് ഡൺ ദാറ്റ് വിച്ച് വാസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ്. തന്റെ സ്വന്തം കണ്ണിൽ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അവർ ചെയ്തു. ദൈവം ശരിയെന്ന് പറഞ്ഞ കാര്യങ്ങളല്ല, തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന വിശ്വാസികളെ നേർവഴിക്ക് ഉപദേശിച്ച് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ജോലിയാണ്. ഞാൻ പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ജോബ്. അതുകൊണ്ട് ആത്മീയ ആടുകളെ ഭരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കൃപയും വിവേകവും വേണ്ട ഒരു ജോലിയാണ്. മൂപ്പന്മാരായിരിക്കുന്ന നിങ്ങൾ സഹോദരന്മാരെ കരഞ്ഞ ദൈവം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്, മിസ്അണ്ടർസ്റ്റുഡ് മിനിസ്ട്രി. അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ എന്തിനാ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുന്നത് എന്ന് പലപ്പോഴും വിശ്വാസികൾ ചോദിക്കും. നിങ്ങൾക്ക് എന്നെ കാര്യം, ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം, നിങ്ങൾ ആരാ ചോദിക്കാൻ? ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ നിങ്ങൾ എന്തിനാ എടുക്കുന്നത്? അങ്ങനെയൊക്കെ ആളുകൾ പറയും. മോശയോടും അഹരോനും മിരിയമും പോലും പല കോരഹപുത്രന്മാരും ദാദാനും അബീഹും ഇങ്ങനെ എത്രയെത്ര ആളുകൾ മോശയോട് മത്സരിച്ചതായിട്ട് നമുക്കറിയാം. മോശ, നീ എന്തിനാണ് ഇത് അധികാരം കൊടുക്കുന്നത്? ദൈവം പിന്നെ അത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അഹരോനെ തളർത്ത വടി മുഖാന്തരം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അഹരോനെയാണ്, മോശയാണ്. ഇന്നും ആളുകൾ അതൊക്കെ പറയാറുണ്ട്. ചില വിശ്വാസികള് തെറ്റിലേക്ക് പോകുമ്പോൾ സൗര അങ്ങനെ പാടില്ലെന്ന് പറയും. നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് മനസ്സിൽ തോന്നും. ചിലർ ചോദിച്ചെന്ന് പറയില്ല. സഭായോഗത്തിൽ നിന്ന് ഉറങ്ങിയാല് ചിലപ്പോൾ മൂപ്പന്മാരെ ചെന്ന് ചോദിക്കും, എന്താ സൗര ഇരുന്ന് ഉറങ്ങുന്നത്, നിങ്ങൾക്ക് വീടുകളിലേ ഉറങ്ങാനെന്ന്. ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. മക്കളിലേക്ക് പോകുന്ന തെറ്റായ വഴികളിൽ അവരെ ശാസിച്ച് നേരെയുള്ള വഴികളിലേക്ക് കൊണ്ടുവരണമെന്ന് മാതാപിതാക്കളോട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാറില്ല. അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് തുനിഞ്ഞാൽ അതിന് നിന്ന് കൊടുക്കാറില്ല. മക്കളെ വിശ്വാസികളെ കല്യാണം കഴിക്കുമ്പോൾ അത് പാടില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറയും. കൊടുക്ക വാങ്ങലുകളിലൊക്കെ അവിശ്വസ്ത വരും. വിശ്വാസികൾക്കിടയിൽ കച്ചവടം, പണം കടം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. സഭ എന്ന് പറയുന്ന ബാങ്ക് അല്ല, ബാങ്കിങ് സിസ്റ്റത്തിന് വേണ്ടിയുള്ളതല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പന്മാര് ശരിയല്ലെന്ന് പറയുമ്പോൾ പല വിശ്വാസികളും അതിനെ ചോദ്യം ചെയ്യുന്നത്, നോക്കിക്കേ, നിങ്ങളുടെ കാര്യം നോക്കിക്കോണം, ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടരുത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ശുശ്രൂഷയായിട്ട് മാറും. എന്ത് പറയാൻ കഴിയും, എന്ത് പറയരുത്, എവിടെയാണ് അച്ചടക്കം എടുക്കേണ്ടത്, എവിടെയാണ് അച്ചടക്കം എടുക്കാൻ പാടില്ലാത്തത്. ഭാര്യയെ തല്ലിയത് തെറ്റായി പോയി എന്ന് ഒരു സഹോദരനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സഹോദരനെ കൊണ്ട് ഭാര്യ നിങ്ങൾ തല്ലി തെറ്റായിപ്പോയി ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയെ തല്ലാനുള്ള അവകാശം എനിക്കാണെന്നാ, ഞാൻ ചെലവിന് കൊടുക്കുന്ന സ്ത്രീയാന്ന് പറഞ്ഞ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവിടെ ചെലവിന് കൊടുക്കുന്നു.
എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക പറയുക രണ്ട് കൊടുക്കും, അതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറഞ്ഞു. പണ്ടാരോ അങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പനെ തല്ലാനുള്ള അവകാശം എനിക്കാണ്, നിങ്ങൾക്കതിലെന്ത് കാര്യം? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾ സഭയിലുണ്ടപ്പോ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇടയന്മാർ ചെയ്യുന്നതെല്ലാം സഹോദരന്മാര് അറിയുകയും, താങ്ക് യു ബ്രദർ, താങ്ക് യു ബ്രദർ, നിങ്ങൾ ഇത്ര നല്ല ആളാണ്, എന്റെ തെറ്റിനെ എന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, എന്നെ നിങ്ങളെ ശിക്ഷിക്കുന്നിടത്ത് ശിക്ഷിച്ചല്ലോ, ശാസിക്കുന്നിടത്ത് ശാസിച്ചല്ലോ എന്നൊക്കെ ആളുകൾ പറയുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെയൊന്നും അവർ പറയില്ല. അവർ മുഖഭാവം കാണുമ്പോഴേ നമുക്ക് ഏതോ വലിയ തെറ്റ് നമ്മൾ ചെയ്തു പോയതുപോലെയാണ്. പിന്നെ ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ ശുശ്രൂഷ പ്രതിഫലമുള്ള ഒരു ശുശ്രൂഷയാണ്. റിവാർഡിങ് മിനിസ്ട്രി. ഇബ്രാഹിം പറയുന്ന പോലെ, പത്രോസ് പറയുന്ന പോലെയൊക്കെ ഇടയ ശേഷം ഒരു ദിവസം പ്രത്യക്ഷനാകും. അന്ന് നമുക്ക് കിരീടം തരും, നമുക്ക് ഏറെ പ്രതിഫലങ്ങൾ തരും. നാം ചെയ്ത ശുശ്രൂഷയെ കർത്താവ് എണ്ണ വിട്ട് പറഞ്ഞ് അംഗീകരിക്കും, അതിന് സംശയമില്ല. വേലക്കാരൻ നിന്റെ കൂലിക്ക് യോഗ്യനാണെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ലൂക്കോസ് 10-ാം അധ്യായത്തിലും മത്തായി 10-ാം അധ്യായത്തിലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആ പ്രമാണത്തിനൊട്ടും വ്യത്യാസം വരുത്തുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കേണ്ടതാകുന്നു ഗലാത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആടിനെ മേയിക്കുന്നവന്റെ പാല് കൊണ്ട് ഉപജീവിക്കണം എന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാണ്. മുന്തിരിത്തോട്ടം നടന്നവൻ അതിന്റെ ഫലം കൊണ്ട് ഉപജീവിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇതേ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഇടയ ജോലി ചെയ്യുന്നവർക്ക് ശ്രേഷ്ഠ ഇടയിൽ വരുമ്പോൾ പ്രതിഫലം നൽകും, അത് ശരിയാണ്. എന്നാൽ അവരുടെ ശുശ്രൂഷകൾ ഇന്ന് അനുഭവിക്കുന്നവർ അവർ അനുഭവിക്കുന്ന നന്മകൾക്ക് തക്ക പ്രതിഫലം ഇടയന്മാർക്ക് കൊടുക്കേണ്ടതാണ്. അതാണല്ലോ പറഞ്ഞ വചനം പഠിപ്പിക്കുന്നവന് ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞു. പഴയ നിയമകാലത്ത് ഇതൊക്കെ വളരെ ശതമാനം നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളവെടുക്കുമ്പോൾ ആദ്യഫലം കൊണ്ട് ദൈവാലയത്തിൽ കൊടുക്കണം. മൃഗങ്ങളുടെയും കൃഷിയുടെ എല്ലാത്തിൻ്റെ ആദ്യഫലം കൊടുക്കണം. ഈ മൂപ്പന്മാര് ശുശ്രൂഷകൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് 4 തലങ്ങളിലാണ്. 4 തലങ്ങളിലാണ് അവിടെ ശുശ്രൂഷകൾ പ്രധാനമായിട്ടിരിക്കുന്നത്. ഒന്നാമത് ഒരു ഉപദേശം പഠിപ്പിക്കണം. ഉപദേശം അറിയാവുന്നവരെയാണ് മൂപ്പന്മാരാക്കി വെക്കുന്നത്. സഭയുടെ ഉപദേശം മാത്രമല്ല, ബൈബിളിന്റെ ഉപദേശം മുഴുവനും ദൈവത്തെക്കുറിച്ചും തൃത്വത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും അങ്ങനെ അങ്ങോട്ട് രക്ഷയുടെ ഉപദേശത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൂതന്മാരെക്കുറിച്ചും വീണുപോയ സാത്താനെക്കുറിച്ചും ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും ഇങ്ങനെ വേദശാസ്ത്രത്തിന്റെ അവാന്തര വിഭാഗങ്ങളെല്ലാം ദൈവജനത്തെ പഠിപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് മൂപ്പന്മാർ. ഈ ഒരൊറ്റ മനുഷ്യനെ മാത്രം ദൈവം വൺമാൻ മിനിസ്ട്രി വെക്കാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേദശാസ്ത്രത്തിന്റെ അവാന്തര വിഭാഗങ്ങളെല്ലാം ഒരാൾക്ക് പഠിപ്പിക്കാൻ പ്രയാസമാണ്. ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യമുള്ള വിഷയങ്ങൾ കാണും. അപ്പോ മൾട്ടിപ്പിൾ മിനിസ്ട്രി ആകുമ്പോൾ, ബഹുത്വമുള്ള ശുശ്രൂഷയാകുമ്പോൾ എന്താണ്, ഒരുത്തിന് ഉപദേശമാണ് വളരെ താല്പര്യമുള്ളതെങ്കിൽ അദ്ദേഹം ഉപദേശം പഠിപ്പിക്കുമ്പോൾ വേറൊരാൾ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അതാണ്. വേറൊരാൾ പ്രവചന വിഷയങ്ങളായിരിക്കും കൂടുതൽ പഠിപ്പിക്കുന്നത്. ചിലർക്ക് അഡ്മിനിസ്ട്രേഷനിലാണ് താല്പര്യം, ഭരണം നന്നായി ഭരിക്കുന്നവരെന്ന തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർക്ക് ഉപദേശ കാര്യങ്ങളിലായിരിക്കും, വേറെ ചിലർക്ക് കൗൺസിലിങ്ങിലായിരിക്കും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ മിനിസ്ട്രി ഉള്ളത് കൊണ്ട് എല്ലാവരും അവരവർക്ക് താല്പര്യമുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ നന്നായി അങ്ങ് ശുശ്രൂഷിച്ചാൽ സഭയ്ക്ക് എല്ലാ വിഷയങ്ങളിലും ശുശ്രൂഷ കിട്ടും. എന്നാൽ അങ്ങനെയൊന്നും ശ്രദ്ധിച്ച് ആരും ഒന്നും ചെയ്യാറില്ല. ഉപദേശ ക്ലാസ്സുകൾ തന്നെ പല സഭകൾക്കുമില്ല. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും, കഴിയുമെങ്കിൽ 2 മണിക്കൂർ, 1 മണിക്കൂറെങ്കിലും ഉപദേശം പഠിപ്പിക്കാനായിട്ട് മാറ്റിവെക്കും. സമയം എപ്പോഴാണ് നിങ്ങൾ നിശ്ചയിച്ചോണം? സഭയിലുള്ള എല്ലാ വിശ്വാസികളും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാംഗങ്ങൾ എല്ലാവരും ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരിക്കണം. കാരണം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, അപ്പോസ്തലിക ഉപദേശമാണ് പഠിപ്പിക്കേണ്ടത്. അതെല്ലാ ആഴ്ചയും പഠിപ്പിക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്.
വളരെ ചുരുക്കം സഭകളിൽ മാത്രമേ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ക്രമീകൃതമായിട്ട് ഉപദേശം പഠിപ്പിക്കുന്നുള്ളൂ. ചിലയിടത്ത് ഉപദേശ ക്ലാസ് എന്ന് പറഞ്ഞ ഉപദേശമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. എന്തെങ്കിലും പഠിപ്പിച്ച ഉപദേശമാവില്ല. അപ്പോസ്തോലിക ഉപദേശം തന്നെ പഠിപ്പിക്കണം. ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ എന്താണ് അപ്പോസ്തോലിക ഉപദേശം എന്ന് കാണുവാനായിട്ട് കഴിയും. ഞാൻ വിചാരിക്കുന്നു ഓരോ വിഷയം പഠിപ്പിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന ദൈവദാസന്മാരാരോ മൂപ്പന്മാർക്ക് പഠിപ്പിക്കാം. മൂപ്പന്മാർക്ക് മാത്രമല്ല, സഭയിലെ കഴിവുള്ള മറ്റുള്ളവർക്ക് പഠിപ്പിക്കാം. അല്ലെങ്കിൽ അടുത്ത സഭകളിൽ നിന്നും കഴിവ് പ്രാപ്തിയുള്ളവരെ വിളിച്ചു വരുത്തി പഠിപ്പിക്കാം. അങ്ങനെ ഇവർ പഠിക്കുമ്പോൾ ഞായറാഴ്ച വെക്കില്ല, ഏതെങ്കിലും ഇട ദിവസം വെക്കേണ്ടതായിട്ടും അവര് പാഠങ്ങളെ നോട്ടൊക്കെ എഴുതിക്കൊണ്ട് വന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കും. പണ്ട് കാലത്ത് IBSന്റെ നോട്ടൊക്കെ കൊടുത്തിരുന്ന പോലെ അവർ പഠിപ്പിക്കും. IBSന്റെ നോട്ടുകൾ ഉപയോഗിച്ച് പാഠങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വളരെ ശ്രദ്ധയോടെ കഴിവും പ്രാപ്തിയുള്ള ദൈവദാസന്മാർ തയ്യാറാക്കിയ പാഠങ്ങളാണ് IBSനുള്ളത്. ക്രമീകൃത വേദശാസ്ത്രത്തിന്റെ എല്ലാ അവാന്തര വിഭാഗങ്ങളും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ നോട്ടുകൾ ക്രമമായിട്ട് പഠിപ്പിക്കും. ചില സ്ഥലങ്ങളിൽ 9 തുടങ്ങി 10 മണി വരെ 9:45 വരെയുള്ള സമയം ഉപദേശ പഠനത്തിനും 10 തുടങ്ങി പിന്നെ സഭായോഗം ആരംഭിക്കും. വേറെ ചില സഭകളിലൊക്കെ ഉച്ച കഴിഞ്ഞുള്ള സമയം ഉപദേശ പഠനത്തിന് വേണ്ടി മാറ്റി ചില സഭകളിൽ ബുധനാഴ്ചകളിൽ ഉപദേശ പഠനത്തിന് വേണ്ടി 1 മണിക്കൂർ മാറ്റി. ഏതായാലും ഉപദേശ പഠനം ഇല്ലാതെ ഒരു സഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ മൂപ്പന്മാരായിട്ടുള്ളവരെ സഭയുടെ പരിപാടികളെ ക്രമീകരിക്കുമ്പോൾ ഉപദേശ പഠനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണം. ആളുകളെ അതിൽ കൊണ്ടുവരണം, ഹോംവർക്ക് കൊടുക്കണം, പരീക്ഷകൾ ഇടണം. വളരെ ഗൗരവമായിട്ട് തിരക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് ഉപദേശ പഠനമാവില്ല. കൃത്യമായ നിലയിൽ ഉപദേശം പഠിപ്പിക്കണം. ഒരു 4-5 വർഷം കൊണ്ട് ക്രമീകൃത വേദശാസ്ത്രത്തിന്റെ എല്ലാ അവാന്തര വിഭാഗങ്ങളും പഠിപ്പിച്ചതിന്റെ നോട്ടുകൾ സഭയിലുള്ള എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം ചെയ്താൽ വീണ്ടും അത് ആവർത്തിക്കാം. ഓരോ 5 വർഷവും കൂടുമ്പോൾ ഉപദേശ പഠന ക്ലാസ്സുകൾ പിന്നെയും ആരംഭം തുടങ്ങാം. അങ്ങനെ വരുമ്പോൾ സഭയിലെ വിശ്വാസികൾക്ക് ഉപദേശപരമായിരിക്കുന്ന ശരിയായ കാഴ്ചപ്പാടുണ്ടാകും. ഒരുത്തിന് അങ്ങനെയും ഒരുത്തിന് ഇങ്ങനെയും പറയും. ഇന്നിപ്പോ എഫെസോസില് ഒന്നിച്ചു കൂടിയതായിരിക്കും ജനക്കൂട്ടം, ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും പറഞ്ഞു വന്ന, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ഉപദേശം ക്രമമായിട്ട് പഠിപ്പിച്ച സഭയിൽ നിന്ന് ആരും ഉപദേശം സംബന്ധിച്ച് തെറ്റിപ്പോകില്ല. കാരണം അവരെയൊക്കെ നമ്മൾ ഉപദേശം പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഉപദേശം പഠിപ്പിച്ചില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു കിടക്കുക. ചില പാടത്തെ നെല്ല് പോലെയാണ്. വിളഞ്ഞു നിൽക്കുന്ന നെല്ല്, കൊയ്യാറായ നെല്ല് ഒരു കാറ്റ് വരുമ്പോൾ എല്ലാം വടക്കോട്ട് വീഴും, അടുത്ത കാറ്റിനെല്ലാം പടിഞ്ഞാട്ട് വീഴും, ഇന്നത്തെ കാറ്റിനെല്ലാം തെക്കോട്ട് വീഴും. അവസാനം അത് കൊയ്തെടുക്കാനായിട്ട് എന്തോ ഒരു പ്രയാസം വരുമെന്നറിയും. അതുപോലെയാണ് ചില സഭയിലെ വിശ്വാസികൾ. അവരെ പഠിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അവരുടെ വീട്ടിൽ വന്ന യഹോവ സാക്ഷിക്കാർ അവരുടെ ക്ലാസ് എടുക്കുന്നുണ്ട്, ശാബതുകാർ അവരുടെ ക്ലാസ് എടുക്കുന്നുണ്ട്, പ്രോസ്പെരിറ്റി ഗോസ്പലുകാർ അവരുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞായറാഴ്ച സഭ വരുമ്പോൾ ശരിയായ ക്ലാസ് ഇല്ലതാനും. അപ്പൊ പിന്നെ എങ്ങനെയാ ആളുകളെ സഭയിൽ നിൽക്കുന്നത്? അതുകൊണ്ട് ഉപദേശം പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഈ IBSന്റെ നോട്ടുകൾ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ആ നോട്ടുകൾ നിങ്ങൾ നന്നായി പഠിക്കണം. അത് പഠിച്ചിട്ട് അതിൽ നിന്ന് ക്ലാസ് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഉപദേശപരമായ വിശുദ്ധി ഉണ്ടാകും. വളരെയധികം പഠിച്ചാണ് ആ നോട്ടുകൾ തയ്യാറാക്കി. അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കാം. വേറെ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. സഭയെക്കുറിച്ചുള്ള ഉപദേശങ്ങളെല്ലാം 3 വാല്യത്തിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം 3 വാല്യത്തിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. താമസിയാതെ ഇംഗ്ലീഷ് പുസ്തകം വരും, വൈ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളെല്ലാം അതിൽ സമഗ്രമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. മഹാനിയോഗത്തെ പറ്റിയും ക്രിസ്തുവിനെ പറ്റിയുള്ളതായിരിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ പ്രസിലാണ്. താമസിയാതെ അത് ക്യാമ്പിൽ അടിച്ചു കിട്ടും. ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ എങ്ങനെ ധാരാളം എഴുതിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങുന്നവർ തന്നെ ചുരുക്കമാണ്. വളരെ കഷ്ടപ്പെട്ട് അനേക മാസങ്ങളല്ല വർഷങ്ങളെടുത്താണ് ഒരു പുസ്തകം എഴുതുന്നത്. അതൊക്കെ വളരെ കാശ് കൊടുത്ത് 2-3 ലക്ഷം രൂപയൊക്കെ മുടക്കിയാണ് അത് അച്ചടിപ്പിക്കുന്നത്.
അങ്ങനെയൊക്കെ അച്ചടിപ്പിച്ച് സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ വാങ്ങുന്നവർ വളരെ ചുരുക്കമാണ്. പിന്നെ എങ്ങനെയാ നമ്മുടെ സഭയിലെ വിശ്വാസികൾ ഉപദേശം പഠിക്കുന്നത്? ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളത് മൂപ്പന്മാരുടെ അതിപ്രധാനമായിരിക്കുന്ന ഒരു കർത്തവ്യമാണ്. അതിന് അവര് ഉപദേശം അറിഞ്ഞിരിക്കണം. ഇക്കാലത്ത് കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർക്കും സ്കൂളിലെ ടീച്ചേഴ്സിനും കൂടെ റിഫ്രഷർ കോഴ്സ് ഉണ്ട്. അവർക്ക് സമ്മർ അവധിക്കാലത്ത് ഒരു മാസം അവർ പോയി അവരുടെ ടീച്ചിങ് സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കണം. പഠിപ്പിക്കാനുള്ള അവരുടെ കഴിവുകൾക്കൊക്കെ മൂർച്ച കൂട്ടണം. അല്ലെങ്കിൽ അവരുടെ ജോലി അങ്ങ് പോകും. സഭയുടെ നേതൃത്വത്തിന്റെ അതിപ്രധാനമായ മറ്റൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഭരണമാണ്, അഡ്മിനിസ്ട്രേഷൻ ഓർ റൂളിംഗ് എന്ന് പറയും. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ എന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കുന്നവരെ, നന്നായി ഭരിക്കുന്നവരെ. എന്താ ഈ ഭരിക്കുക എന്ന് പറഞ്ഞാൽ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സഭാകാര്യങ്ങൾ ചന്തമായും ക്രമമായും നടത്തുന്നതിനാണ് ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രമമായും ചന്തമായും ഇതൊക്കെ നടക്കേണ്ടതുപോലെ നടക്കണം. ചന്തമെന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ ഭംഗിയായിരിക്കണം. ക്രമമെന്ന് പറഞ്ഞാൽ പോകേണ്ടതുപോലെ പോകണം. ഒരു ഭവനത്തിലെ കാര്യങ്ങൾ ചന്തമായും ക്രമമായും നടത്തുന്നത് പോലെ തന്നെ ഒരു സഭയിലെ കാര്യങ്ങൾ ഉചിതമായും ക്രമമായും നടത്തുന്നതിനാണ് ഭരണമെന്ന് പറയുന്നത്. മീറ്റിംഗ് സമയത്ത് തന്നെ തുടങ്ങണം. എല്ലാവരും സമയത്ത് തന്നെ വരുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഉപദേശം, കൂട്ടായ്മ, അപ്പനുറുക്കൽ, പ്രാർത്ഥന ഇവയെല്ലാം ഉചിതമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. സഭയുടെ വ്യത്യസ്ത പരിപാടികളും മീറ്റിങ്ങുകളും, സൺഡേ സ്കൂളാകാം, സഹോദരിമാരുടെ മീറ്റിങ്ങുകളാകാം, യുവാക്കളുടെ മീറ്റിങ്ങുകളാകാം, യങ് കപ്പിൾസ് യുവദമ്പതികളുടെ മീറ്റിങ്ങുകളാകാം, മുതിർന്ന വിശ്വാസികളുടെ മീറ്റിങ്ങുകളാകാം, ശിഷ്യത്വ ക്ലാസ്സുകളാകാം എന്നിങ്ങനെ സഭയുടെ എല്ലാ പരിപാടികളും ക്രമത്തിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ മൂപ്പന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഞങ്ങളുടെ സഭയിൽ ഇല്ലല്ലോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമാണ്, ആകണം. അതില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വിശ്വാസം വിട്ടു പോകുന്നത്. വിശ്വാസികളുടെ മക്കൾ പോയി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ വിവാഹം കഴിക്കുന്നില്ലേ, അവിശ്വാസികളെയും കത്തോലിക്കരെയും ഒക്കെ. എന്തുകൊണ്ടാ? അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചില്ല. അവർ കൊടുക്കേണ്ട കൗൺസിലിംഗ് അവർക്ക് കൊടുത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സഭയുടെ വ്യത്യസ്ത പരിപാടികളെല്ലാം ഏറ്റവും യോഗ്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുണ്ട്. അത് അവരുടെ ഭരണത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഡീക്കന്മാരാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിലും അവർ സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നു, കണക്കുകൾ വിശ്വസ്തമായിട്ട് സൂക്ഷിക്കുന്നു, സഭയിൽ അവതരിപ്പിക്കുന്നു എന്നൊക്കെ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്ക്. ചിലടത്ത് ഡീക്കന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്, പക്ഷെ കണക്കില്ല. എത്ര കാശ് കിട്ടിയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അന്നൊക്കെ ഞങ്ങൾ എടുത്തു ചെലവായ ബ്രദറെ, ഒന്നും കണക്കൊന്നും വെക്കാറില്ല. വിശ്വാസത്താലല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. പിന്നെ വിശുദ്ധന്മാർക്കിടയിൽ കണക്ക് വേണോ, കണക്ക് ബുക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഭയങ്കര വിശുദ്ധന്മാരായതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കാനുള്ളതായിരിക്കുന്ന അവകാശമില്ല. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്രമമായും ചന്തമായും ഞങ്ങളുടെ സഭയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള ദൂതങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അവിടെ എന്താ പറഞ്ഞത്? സഭയുടെ കാര്യങ്ങളെ കുറിച്ചും കുറവുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. മൂപ്പന്മാർ കേൾക്കട്ടെ, ഡീക്കന്മാർ കേൾക്കട്ടെ എന്നൊന്നുമല്ല പറഞ്ഞത്. ചെവിയുള്ളവൻ എന്ന് പറഞ്ഞാൽ സഭയുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും സഭ നന്നായി പോകണമെന്ന് ആഗ്രഹമുള്ളവരുമായ ആളുകൾ കർത്താവ് പറയുന്നത് കേട്ടിട്ട് അവർ ആക്ഷൻ എടുക്കട്ടെന്നാണ്. അവർ ആക്ഷൻ എടുക്കട്ടെ. മൂപ്പന്മാർ ആക്ഷൻ എടുക്കട്ടെന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഡീക്കന്മാർ അവിടെ ജോലി ചെയ്യട്ടെന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കണക്ക് ബുക്കുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ കണക്ക് പുസ്തകങ്ങൾ മേശപ്പുറത്ത് വെക്കണം. ആർക്കും അത് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. യെരുശലേമിലെ സഭയിൽ ആദ്യത്തെ പ്രശ്നം ഉണ്ടായത് വിധവമാരുടെ സംരക്ഷണം സംബന്ധിച്ചാണ്, നമുക്കറിയാമല്ലോ. അപ്പൊ സഭയുടെ ഒരു അതിപ്രധാനമായിരിക്കുന്ന ദൗത്യമാണ് സാമ്പത്തിക പരാധീനതയുള്ളതായിരിക്കുന്ന വിധവമാർ. ഭർത്താക്കന്മാർ മരിച്ചവരെല്ലാവരും വിധവമാരാണെന്ന് പറയുമെങ്കിലും അങ്ങനെയുള്ള വിധവമാരെ കുറിച്ചല്ല പറയുന്നത്. പൗലോസ് അവരെ കുറിച്ച്
തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, 60 വയസ്സിൽ താഴെയല്ലാത്ത വിധവ ചെയ്യേണ്ടിയ കുറെ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചെയ്തു വന്നുവെങ്കിൽ സഭ അവളെ സംരക്ഷിക്കണമെന്നാണ്. അല്ലാതെ ഭർത്താവ് മരിച്ചുപോയി എന്നുള്ള ഏക കാരണത്താൽ സഭ സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നും, സഭ സാമ്പത്തികമായി സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ വിധവമാരുടെ സഹായം ക്രമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഡീക്കന്മാർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, മൂപ്പന്മാർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം യോഗ്യമായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ ജനറലായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒരു സഭ നടക്കേണ്ടതുപോലെ നടക്കണമെങ്കിൽ നടത്തേണ്ടവരെ നടത്തേണ്ടതുപോലെ നടത്തണം. മൂപ്പന്മാരും ഡീക്കന്മാരും വിശ്വാസികളും എല്ലാവരും ചേർന്നതാണല്ലോ സഭ. മൂപ്പന്മാർ മാത്രമല്ലല്ലോ സഭയെന്ന് പറയുന്നത്, ഡീക്കന്മാർ മാത്രമല്ലല്ലോ സഭയെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഭാംഗങ്ങളുടെ സമൂഹമാണല്ലോ സഭയെന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്, ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് മൂപ്പന്മാര്, ഭൗതിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ഡീക്കന്മാർ. എന്നാൽ സഭയെന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ്. അപ്പൊ സഭാകാര്യങ്ങൾ ക്രമമായി ചെയ്യേണ്ടവർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്ക് മാത്രമല്ല, അത് സഭയുടെ വിശ്വാസികൾക്കുമുണ്ട്. ചില വീടുകളിലെ അപ്പന്മാര് വീട്ടുകാര്യങ്ങൾ നോക്കുന്നവരല്ല, ചില വീട്ടിലെ അമ്മമാര് വീട്ടുകാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവരല്ല. അപ്പൊ ചില മക്കൾ പ്രായമാകുമ്പോൾ അവരതൊക്കെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഉത്തരവാദിത്തമുള്ള മക്കൾ അപ്പനോട് ചോദിക്കും, അപ്പൻ ജോലി ചെയ്തിട്ട് കാശ് എന്താ ചെയ്യുന്നതെല്ലാം കുടിച്ചു കളയല്ലേ. അമ്മയോട് ചോദിക്കും, പല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന സമയത്ത് അത് പാചകം ചെയ്ത് മക്കൾക്കും അപ്പനും കൊടുക്കുന്നില്ല, എന്താ ഇവിടെ പരിപാടി, എന്താ കാര്യങ്ങൾ, ഇങ്ങനെ പോയാലെങ്ങനെ ശരിയാകുന്നതെന്ന് മക്കൾ ചോദിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. അങ്ങനെ വരുന്നത് സങ്കടകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഞാൻ പറയട്ടെ. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് ചെയ്യേണ്ടതും പറയേണ്ടതും ഒക്കെ ആവശ്യം. അപ്പൊ സഭാ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് വളരെ വലിയ ശുശ്രൂഷയാണ്. സഭയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, സഭയത്ര പ്രാധാന്യമുള്ളതാണെന്ന്. കർത്താവിന് വളരെ വിലയേറിയതാണ് സഭ. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് വളരെ വിലയേറിയതാണ്. സഭയില്ലെങ്കിൽ വിശ്വാസിക്ക് എന്ത് സ്ഥാനമാണ്? പട്ടാളമില്ലാതെ, സൈന്യമില്ലാതെ പട്ടാളക്കാരെന്ത് പ്രസക്തിയാണ്? ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പട്ടാളക്കാരന് വിട്ട് തോക്കപ്പെടുത്താൻ എന്ത് കാര്യമാണ്? സ്കൂളില്ലെങ്കിൽ ടീച്ചറിന് എന്ത് പ്രസക്തിയാ? കുട്ടിക്ക് എന്ത് പ്രസക്തിയാ എന്ന് പറഞ്ഞതുപോലെയാണ്. സഭയില്ലെങ്കിൽ വിശ്വാസിക്ക് എന്ത് പ്രസക്തിയാ? സഭയിലെ മൂപ്പനെന്ത് പ്രസക്തിയാ? സഭയില്ലെങ്കിൽ ഡീക്കനെന്ത് പ്രസക്തിയാ? മൂപ്പന്റെയും ഡീക്കന്റെയും വിശ്വാസികളുടെയും ഒക്കെ പ്രസക്തി എന്ന് പറഞ്ഞാൽ സഭ നന്നായിട്ട് പോകുന്നു എന്ന് വരുമ്പോഴാണ്. എല്ലാ കാര്യങ്ങളും ചന്തമായും ഭംഗിയായും പോകും. പൗലോസ് തിമോഥെയോസിനെ, എഫെസോസിനെ, തീത്തോസിനെ ക്രേത്തയിലും ഒക്കെ വിട്ടറിയാം. ശേഷിച്ച കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിനും എല്ലാം ചന്തമായും ഉചിതമായും പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അതിനവരോട് പറഞ്ഞ് ശാസിക്കുന്നിടത്ത് ശാസിക്കണം, ബുദ്ധി ഉപദേശിക്കണം, ഇതൊക്കെ ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, മൂപ്പന്മാരെ ആക്കി വെച്ചു, അതുകൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടങ്ങ് നടന്നോളും. ഡീക്കന്മാരെ ആക്കി വെച്ചു, ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നോളും. ഇവിടെ എല്ലാവരും രക്ഷിക്കപ്പെട്ട ജ്ഞാനപ്പെട്ട വിശ്വാസികളാണ്, ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും അങ്ങനെ നടക്കാൻ പോകുന്നില്ല. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ, ആത്മാർത്ഥമായ താല്പര്യത്തോടുകൂടെ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ഇതിനൊക്കെ പ്രതിഫലവും ശിക്ഷയും കിട്ടുന്നതാണെന്നുള്ള അറിവോടുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. സഭ നന്നായിട്ട് മുന്നോട്ട്. ഞാനിന്ന് മുഖവരയാ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, മൂപ്പന്മാരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് മറ്റുമൊക്കെ പറഞ്ഞു. ഉത്തരവാദിത്വപൂർണമായ ഒരു സഭ വളർന്നു വരുവാനത് കൊണ്ട് ഇവിടെയാക്കും. എല്ലാവർക്കും നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.